ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അത് ഈ ഒരു ക്യാരറ്റും ഒരു 5 മുട്ടയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു പലഹാരം നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടൊരു 5 മുട്ടയും മീഡിയം സൈസ് ക്യാരറ്റ്, അതായത് 3 ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. 3 ക്യാരറ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 മുട്ടയാണ്. കോഴിമുട്ട 5 എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു ക്യാരറ്റ് നല്ല രീതിയിൽ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല 3 ക്യാരറ്റാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പലഹാരം എന്ന് വെച്ചാൽ ഞാൻ വേവിച്ചെടുക്കാതെ, അതായത് ക്യാരറ്റ് പുഴുങ്ങിയെടുക്കാതെ തന്നെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇത് 3 ക്യാരറ്റ് ഞാനിപ്പോൾ ഇതിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അവിടെ മാറ്റി വെക്കാം. ഇനി ഇത് ഞാൻ അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് നല്ല നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. കാരണം ഈ ഒരു രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകിൽ ഗീ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനി ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു പച്ച ഒരു സ്മെല്ലില്ലേ ക്യാരറ്റിനൊക്കെ ഉള്ള ആ ഒരു സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വഴറ്റിയെടുത്താലും മതി. ഇപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 3 ക്യാരറ്റിന് വേണ്ടിയിട്ട് ഒരു 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര കാരമലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നൊന്ന് മിക്സായിട്ട് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. അപ്പോഴേക്കും ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ. അത്രമാത്രം ചെയ്ത് കൊടുത്താൽ മാത്രം ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 5 മുട്ടയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് മുട്ടയുടെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും ഒക്കെ അളവൊന്ന് കൂട്ടിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ക്യാരറ്റിന് കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് നേരത്തെ ക്യാരറ്റ് ഒന്ന് ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കായ് പൊടി കൂടി പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ പഞ്ചസാര കൂടി ആയിട്ടാണല്ലോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഏലക്കായ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാൻ തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ക്യാരറ്റ് ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയമാകുമ്പോഴേക്കന്നെ ക്യാരറ്റ് നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ട് മുട്ടയില്ലേ അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് മുട്ട മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ക്യാരറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കുന്നത്. അതിന് ഈ ഒരു പോള എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള പാത്രങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അതായത് ഞങ്ങളിപ്പോൾ കായ്പോളയും ഇറാനിപ്പോളയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ല ആ ഒരു രീതിയിലുള്ള പാത്രം തന്നെയാണ് ഈ ഒരു പോള തയ്യാറാക്കിയിട്ട് എടുക്കാനും വേണ്ടുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 10-20 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിന് ആ ഒരു കളറൊക്കെ മാറുന്ന രീതിയിലുള്ള ആകുമ്പോഴേക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം. ഒരുപാട് കളറൊന്നും മാറിപ്പോയിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ കൂട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ടൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കണേ. എല്ലാ ഭാഗത്തും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഒന്നൊന്ന് സെറ്റായി കഴിഞ്ഞാൽ, അതായത് 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാനിതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് വറുത്ത് വെച്ച ആ ഒരു കേശമില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് കിസ്മിസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തില്ല മതിയെ. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു പോള തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ഒരു അണ്ടിപ്പരിപ്പൊന്നും പുറത്താവാത്ത രീതിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ശക്തി കൊടുത്തിട്ടൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താലും മാത്രം മതി. എന്നിട്ട് ഞാനിത് വീണ്ടും ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊരു 20 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ ഈ ഒരു ക്യാരറ്റിൻ്റെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിന്ന് കുക്കായിനാ നോക്കേണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ആ മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വീണ്ടും ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാനൊന്ന് ചൂടായതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് 2 ഭാഗവും ഒരേ രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പോൾ സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് പോള. നാളികേരം മുട്ടയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പോളയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങളെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. കാരണം ഇതുപോലെ ക്യാരറ്റൊന്നും കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ മക്കളും ഈ ഒരു ക്യാരറ്റ് പോള കഴിക്കും. അത്രയും ടേസ്റ്റാണ്, ഒരു വെറൈറ്റിയാണ് ഈ ഒരു ക്യാരറ്റ് പോളൊക്കെ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, ആ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ നല്ല രുചിയോട് കൂടിയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് പോളയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.